സൂറത്തു അബസ. പ്രവാചകത്വലബ്ധിയുടെ ആദ്യ നാളുകളിൽ മക്കയിൽ അവതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രമാണിമാർക്ക് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ധനായ ഇബ്നു ഉമ്മി മക്തും ഇസ്ലാമിനെക്കുറിച്ചറിയാൻ നബിയെ സമീപിച്ചു. പ്രമാണിമാരുമായുള്ള ചർച്ചയ്ക്ക് വിഘ്നമാകുമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയ നീരസമനുഭവപ്പെട്ടു. അപ്പോൾ ഇരു കൂട്ടരുടെയും ഉള്ളറിയാവുന്ന അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുന്നതാണ് അവതരണ പശ്ചാത്തലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാമയനുമായ പ്രപഞ്ചാധിപതിയുടെ തിരുനാമത്തിൽ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസ്വദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ. അദ്ദേഹം നെറ്റിച്ചുളിച്ചു, തിരിഞ്ഞുകളയുകയും ചെയ്തു. പ്രമാണിമാരുമായുള്ള ചർച്ചയ്ക്കിടയിൽ ആ കുരുടൻ തന്നെ സമീപിച്ച വേളയിൽ, നീ എന്താണ് കരുതിയത്? ഒരു വേള ആ കുരുടനായിരിക്കാം വിശുദ്ധിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം ഉപദേശം ശ്രദ്ധിക്കുകയും അത് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ തനിക്കു താൻ പോന്നവനായി ചമയുന്നവനാരോ അവരെയാണ് നീ ശ്രദ്ധിക്കുന്നത്. അവർ നന്നായില്ലെങ്കിൽ നിനക്കെന്താണ് ഛേദം? وَأَمَّا مَنْ جَاءَكَ يَسْعَى وَهُوَ يَخْشَى فَأَنْتَ عَنْهُ تَلَهَّى. എന്നാൽ നിന്റെ അടുക്കൽ ഓടിയെത്തിയവൻ, അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. كَلَّا إِنَّهَا تَذْكِرَةٌ فَمَنْ شَاءَ ذَكَرَهُ فِي صُحُفٍ مُكَرَّمَةٍ مَرْفُوعَةٍ مُطَهَّرَةٍ بِأَيْدِي سَفَرَةٍ كِرَامٍ بَرَرَةٍ. എന്നാൽ അങ്ങനെയല്ല. ഈ ഖുർആൻ ഉദ്ബോധനം മാത്രമാകുന്നു. അതിനാൽ ഇഷ്ടമുള്ളവർ അത് സ്വീകരിക്കട്ടെ. ആദരണീയമായ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണത്. ഉന്നതരും പരിശുദ്ധരുമായ എഴുത്തുകാരുടെ കരങ്ങളാൽ എഴുതപ്പെട്ടത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره. മനുഷ്യന് നാശം. അവനെ ദൈവനിഷേധിയാക്കി തീർത്തിരിക്കുന്നത് എന്താണ്? എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അവൻ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ശുക്ലകണത്തിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. പിന്നെ അവന് ജീവിതസരണി ഒരുക്കിക്കൊടുത്തു. എന്നിട്ട് അവനെ മരിപ്പിക്കുന്നു. പിന്നെ മറവ് ചെയ്യുന്നു. തുടർന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ സംഗതി അതല്ല. അള്ളാഹുവിന്റെ കൽപ്പന അവൻ നിറവേറ്റിയില്ല. فَلْيَنْظُرِ الْإِنْسَانُ إِلَى طَعَامِهِ أَنَّا صَبَبْنَا الْمَاءَ صَبًّا ثُمَّ شَقَقْنَا الْأَرْضَ شَقًّا فَأَنْبَتْنَا
وبثنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. തന്റെ ആഹാരത്തെക്കുറിച്ച് മനുഷ്യനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. നാം ആകാശത്തുനിന്ന് മഴ വർഷിച്ചു, പിന്നെ ഭൂമിയെ പിളർന്നു. അങ്ങനെ നാം അതിൽ ധാന്യങ്ങൾ മുളപ്പിച്ചു, മുന്തിരിവള്ളികളും പച്ചക്കറികളും ഒലീവും ഈത്തപ്പഴവും ഇടതിങ്ങിയ തോട്ടങ്ങളും പഴങ്ങളും പുൽത്തകിടികളും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള ജീവിത വിഭവങ്ങളായിട്ട്. فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. അന്ത്യനാളിൽ ആ കാഹളം മുഴങ്ങുമ്പോൾ അന്ന് മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലും, തന്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും തന്റെ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും. അന്ന് ഓരോരുത്തർക്കും കണക്കിന് പണിയുണ്ടായിരിക്കും. ചില മുഖങ്ങൾ അന്ന് പ്രകാശപൂരിതമായിരിക്കും, സന്തോഷഭരിതവും ചിരിച്ചുല്ലസിക്കുന്നതുമായിരിക്കും. എന്നാൽ ചില മുഖങ്ങൾ അന്ന് പൊടിപുരണ്ടതും ഭീതി പൂണ്ടതുമായിരിക്കും. അവരത്രേ ധിക്കാരികളായ സത്യനിഷേധികൾ.